ഇതാണ് ചേട്ടൻ. ചേട്ടാ വെയിറ്റ് ചെയ്യുമോ? എന്റെ പേരെങ്ങനെയായിരുന്നു? അതെന്ത് ചേട്ടാ, ഇതെങ്ങനെയാ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എത്ര രൂപ വന്നു? ഇത് എത്ര മോഡൽ ചേട്ടാ? ഇത് 2006 മോഡൽ. ആവശ്യം പറയാൻ വേണ്ടി വാട്സാപ്പിലേക്ക് നമുക്ക് എവിടെയെങ്കിലും രണ്ടെണ്ണം 1200 രൂപ, 1200 രൂപ ആയിട്ട്. ഒരു ഓണർഷിപ്പിൻ്റെ ഒരു ഓട്ടോയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-17 ഓട്ടോയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുല്ല് വരാമെന്ന് പറഞ്ഞിട്ട് താമസിക്കും. അപ്പോൾ പുല്ലിനെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മുടെ ആ ഓട്ടോയുടെ കുറച്ച് സംഭവം എടുക്കാൻ വേണ്ടി. അത് ഓണർഷിപ്പുള്ള ഒരു ബ്ലാക്ക് കളറിലൊരു ഓട്ടോയാണ്. അപ്പം പുള്ളിനെ വെയിറ്റ് ചെയ്തിരിക്കുക. രാവിലെ പുള്ളിനെ പെർമിഷനൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ കേട്ടോ. എല്ലാ സാധനവും പുതിയതാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം പുള്ളി വന്നിട്ട്. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളി വന്നിട്ടിരിക്കുക. ഇതാണ് ചേട്ടൻ. ചേട്ടാ വെയിറ്റ് ചെയ്യുമോ? ആ വൈറ്റ്. ഇതാണ് നമ്മുടെ ഓട്ടോയുടെ ഓണർ ചേട്ടാ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? അതെന്ത് ചേട്ടാ, ഇതെങ്ങനെയാ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എത്ര രൂപ വന്നു? 8000 രൂപ വന്നു. ഓക്കെ. ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള ആണോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ പാരപ്പള്ളിന്നാണ് ഇപ്പോൾ ഓടി വന്നത്? ആ ഓക്കെ ഓക്കെ. അപ്പം അതൊക്കെ പോയാൽ മതി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതിന് എത്രയാണ് നമ്മുടെ ഇലക്ട്രിക് മറ്റുള്ള സംഭവങ്ങളൊക്കെ എത്രയായി? ഇത് എത്ര മോഡൽ ചേട്ടാ? ഇത് 2006 മോഡലോ? ഇത് 17 വർഷം അല്ലേ? അപ്പൊ ചേട്ടൻ ഇപ്പൊ സ്വന്തമായിട്ട് എന്താവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? നമുക്ക് വളച്ചോ ആവശ്യം പറയാൻ വേണ്ടി വാട്സാപ്പിലേക്ക് നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിലും. ഓ അതിനു വേണ്ടി അല്ലേ? ഇത്രയും പൈസ മുടക്കിയോണ്ട് ഞാൻ ചോദിച്ചതാണ്.
അപ്പൊ നമുക്ക് ബാക്കിയാണെങ്കിലും കാറിന്റെ കൊണ്ടുപോകുമ്പോൾ ബൈക്കൊക്കെ കൊണ്ടുപോകാൻ പാടല്ലേ. ആ നമുക്ക് കയറിയിരുന്നോളൂ, ആളും കയറും കുഴപ്പമില്ല. മൊത്തം നമ്മളിത് എടുത്ത എത്ര രൂപയ്ക്കാണ് ഈ വണ്ടി? ഇത് 30,000 രൂപ. 30,000 രൂപ. 40,000-40,000 രൂപ ആയല്ലേ? ഇപ്പൊ ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ പുള്ളിയുടെ വണ്ടി ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തത് കേട്ടോ. ഇലക്ട്രിക് സെറ്റപ്പ് എത്ര? ഇലക്ട്രിക് ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. വണ്ടിക്കകത്ത് ഇരുന്നത് മൊത്തം എല്ലാ സാധനവും പുതിയ സാധനം ഒന്ന് പറയാമോ? ഏതൊക്കെയാണ് നമ്മൾ മാറിയത്? 4 ഇൻഡിക്കേറ്റർ, 4 ഇൻഡിക്കേറ്റർ, അതിന്റെ ബൾബും കാര്യങ്ങളും, പിന്നെ അപ്പോൾസറി റെക്സിനും പുതിയതാണ്. റെക്സിന് എത്ര രൂപ നമ്മൾ വർക്ക്? സാധനം 3000 സംതിങ് രൂപ സാധനമായിട്ടുണ്ട്. ഓക്കെ. പിന്നെ പുള്ളിയുടെ പണിക്കാശ് ഒരു 4 രൂപ പണിക്കാശായിട്ടുണ്ട്. ഓ അങ്ങനെയല്ലേ. പിന്നെ വേറെ പെയിന്റിങ്, പിന്നെ ഈ സ്റ്റീൽ ക്രോം ഒക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണേ? 1200 രൂപ ആയിട്ടുണ്ട് രണ്ടെണ്ണം. പിന്നെ ബമ്പർ പുതിയതാണ്, ബാക്കിൽ നീല ബമ്പർ പുതിയതാണ്. റിഫ്ലക്ടർ പിടിപ്പിച്ചിട്ടില്ലല്ലേ? അത് അടിക്കാനുണ്ട്. ചെറിയ അങ്ങനെ നുറുക്ക് പണി മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടപ്പോ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം എന്നും എടുത്തേക്കാന്ന്. ആദ്യം അടിച്ച കളർ ഇതല്ലായിരുന്നു. അപ്പൊ ടെസ്റ്റ് ആയിട്ടുണ്ടോ? ഇല്ല, 2027 ടെസ്റ്റ് 27 അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് അടിച്ച്. വണ്ടി ആദ്യം എടുത്തപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഓ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ വണ്ടിക്ക് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് കാണുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ലായിരുന്നു. 10-15 അടിച്ചാലേ സ്റ്റാർട്ട് ആവുള്ളായിരുന്നു. അപ്പൊ നമ്മൾ എഞ്ചിൻ ഡോർ നോക്കിയപ്പോ മൊത്തം വയറെല്ലാം കണ്ടിച്ച് സ്വിച്ച് ഒക്കെ. ഇത് ഫുള്ള് പുത്തനായിട്ടിരിക്കണ വയറിംഗ്, ഫുള്ള് പുത്തനാ. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ്. അതെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഈ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. പിന്നെന്താ ഗ്രീൻ ആണോ? ഓക്കെ.
കുഞ്ഞു കടയാണ് കേട്ടോ. ഇതൊരു വീഡിയോസ് നമുക്ക് നോക്കാം വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള എന്താണെന്ന് കണ്ടുപിടിക്കണം. അതെ അതെ അതെ. എന്നിട്ട് വേണം പണിയാൻ. അല്ലാണ്ട് നമ്മൾ വെറുതെ മൊത്തം വയറെടുത്ത് അതല്ല, ഇത് പോയി അതയച്ചു പോകണം. 5 കണ്ട് ഇത് പുതിയ വെക്കുന്നുണ്ടോ? അറിയാം, അത് പുതിയ വെക്കണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം പുതിയ വെച്ചപ്പോൾ ഇതാണല്ലോ